വിനീത്, ഇപ്പോ ഒരിക്കല് ഞാൻ ലോഹി സാറുമായിട്ട് പേഴ്സണലി സംസാരിച്ചപ്പം ഞാൻ ചോദിച്ചു, മലയാളത്തിൽ ലോഹി സാറിന്റെ മുൻപിൽ ഏറ്റവും ചലഞ്ചിങ് ആയി നിൽക്കുന്ന സിനിമ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ലോഹി സാർ പറഞ്ഞു ഒരിടത്തൊരു ഫയൽവാൻ എന്ന സിനിമയാണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോഹിദാസ് ഓരോ കഥാപാത്രങ്ങൾ എഴുതുമ്പോഴും ആ സിനിമയിലെ ഫയൽവാൻ അതിന്റെ മുൻപിലാണ്. ആ കഥാപാത്രത്തിന്റെ ചിത്രീകരണത്തിൽ, ആ സിനിമയിൽ, ആ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് പാറ്റേണിലൊക്കെ തന്നെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് മലയാളത്തിൽ അതിനു മുൻപൊരു സിനിമ പ്ലേസ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ് അന്ന് ലോഹിദാസ് പറഞ്ഞ മറുപടി. ഇവിടെ ശ്രീനിവാസൻ എന്ന വ്യക്തിയുമായി അറിഞ്ഞോ അറിയാതെയോ വിനീത് ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോ വിനീതിനെ കമ്പയർ ചെയ്യുന്നത് പുതിയ തലമുറയിലെ സംവിധായകരുമായിട്ടായിരിക്കത്തില്ല, ശ്രീനിവാസനുമായിട്ട്. അദ്ദേഹം 2 സിനിമകളെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഒന്ന് ചിന്താവിഷ്ടയ ശ്യാമളയും, 2 വടക്ക് നോക്കിയന്ത്രവും. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ 2 ക്ലാസിക്കുകളാണ് സിനിമ. നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾ ഈ 2 സിനിമകളെ എപ്പോൾ ക്രോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾ എത്ര കാലമെടുക്കും എന്നുള്ളതാണ് പുള്ളിക്കാരി ചോദിച്ചത്. അയ്യോ, അത് ഈ പറഞ്ഞ 2 സിനിമകളും ക്ലാസിക്സ് ആണ് ഗോവിന്ദൻകുട്ടി ചേട്ടാ. അപ്പൊ എന്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ആളുകളും നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകവും നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളും ഒക്കെ തന്നെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. അപ്പൊ അത് വെച്ചുകൊണ്ട് നല്ല സിനിമകൾ ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അത് 2ഉം ശ്രീനിച്ചേട്ടൻ സംവിധാനം ചെയ്തതാണ്, ഇതും ശ്രീനിച്ചേട്ടൻ സംവിധാനം ചെയ്തതാണ്. അതാണ് ചോദിച്ചത്. ശ്രീനിവാസൻ അയ്യോ, എനിക്കത് പെട്ടെന്ന് കത്തിയില്ല. അല്ല, ഇതൊന്നും അല്ലല്ലോ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ചെയ്യുന്നതല്ല നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുക, മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക. പുതിയ ഒരു ജനറേഷൻ ഫിലിം മേക്കേഴ്സും നടന്മാരും ഒക്കെ മലയാളത്തിൽ വരിക, മലയാള സിനിമയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുക. ആ മാറ്റത്തിന്റെ ഒരു ഭാഗമാവണം എന്നുള്ളത് തീർച്ചയായിട്ടും മലർവാടി ആ മാറ്റത്തിന്റെ ഒരു തുടക്കമായി എന്നുള്ളത് എപ്പോഴും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം പുതിയ ആൾക്കാരുടെ സിനിമകൾ കാണാൻ മലയാളികൾ തിയേറ്ററുകളിൽ എത്തിയിരുന്നില്ല എന്നുള്ള ഒരു ശീലമുണ്ടായിരുന്നത് മലർവാടിയോടുകൂടി മാറിയിരിക്കുകയാണ്. പൂർണ്ണമായും പുതിയ സംവിധായകൻ, പൂർണ്ണമായും പുതിയ അഭിനേതാക്കൾ ആ സിനിമയ്ക്ക് ഒരു ഇനിഷ്യൽ പുള്ളുണ്ടാക്കുകയും പ്രേക്ഷകർ അത് കണ്ടു നോക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതിനുള്ള മലയാള സിനിമയിലെ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് മലർവാടി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. അതിനുള്ള പ്രശംസ പ്രത്യേകം അറിയിക്കുന്നു. വിനീതേട്ടൻ വിഷമിക്കേണ്ട, എന്റെ ചോദ്യം അപൂർവയോടാണ്. അപൂർവ ഇപ്പൊ +1 പഠിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനെ പറ്റി ആദ്യം പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവളുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് മൂവി കിട്ടിയത് എന്റെ 10th ബോർഡ്സിന്റെ സമയത്താണ്. പക്ഷെ സർപ്രൈസിംഗ്ലി എന്റെ ടീച്ചേഴ്സും അമ്മയും അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആദ്യം തന്നെ മൂവി കിട്ടിയപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതാണ്, ഇത് ചെയ്യാൻ പറ്റുമോ, അപ്പൂന് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, എന്റെ ഇഷ്ടമായിരുന്നു അവർ ചോദിച്ചത്. അപ്പം ഇത്രയും പേര് സപ്പോർട്ട് ചെയ്തപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല. താങ്ക് യു. അപ്പൂടെ ക്ലാസ്മേറ്റ്സ് എന്ത് പറഞ്ഞു? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാവർക്കും. എസ്പെഷ്യലി സൗഹൃദമായിരുന്നു മെയിൻ ടോപ്പിക് ഇതിന്റെ. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമായ മൂവി. എന്റെ ചോദ്യം ഷാൻഖാനോടാണ്. ഈ പടം നല്ല വിജയമാണ്, പക്ഷെ ഇതിന്റെ പാട്ടും കഥയും എല്ലാം വിജയം തന്നെയാണ്. പക്ഷെ ഇതിൽ പാട്ടാണോ കഥയാണോ ഏറ്റവും കൂടുതൽ വിജയം? എനിക്കിപ്പം ഒരുപാട് സ്ഥലത്ത് കിട്ടിയിട്ടുള്ള ഒരു അഭിപ്രായം, പടം എന്തായാലും ഹിറ്റാണെന്ന്. ഇപ്പം അല്ലേ, പടം ഹിറ്റല്ലേ? അപ്പം എനിക്കൊന്ന് പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ പാട്ടിനെക്കാളും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടത് എനിക്കൊന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെന്ന് തോന്നും. അതും ഷാൻ തന്നെയാണ് ചെയ്തത്. ഇപ്പം സലീമേട്ടനെ കാണിക്കുമ്പോഴുള്ള ശശി, പിന്നെ സുരാജേട്ടനെ കാണിക്കുമ്പോഴുള്ള ഹൂ ലെറ്റ് ദ ഡോഗ് ഔട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അച്ഛന്റെ മകൻ സിനിമ ചെയ്തപ്പോൾ അതിലൊരു കഥാപാത്രമുണ്ട്, എൻട്രൻസ് എക്സാം എഴുതുന്നു, അതായിരുന്നല്ലോ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചേർന്നപ്പോൾ അപ്പം എൻട്രൻസ് എഴുതേണ്ടി വന്നിട്ടുണ്ടാവും സാറിന്. അപ്പോൾ വീട്ടിലൊരു കോഴ്സ് ഉണ്ടായിരുന്നു സാറിന്, എടാ നന്നായി പഠിക്ക്, എന്നാലേ എൻട്രൻസിന് കിട്ടുള്ളൂ, എന്നാലേ ചേരാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും അമ്മയോ അച്ഛനോ ആരെങ്കിലും അങ്ങനെ കോഴ്സ് ചെയ്തിരുന്നു സാറിന്. അത് സാറിന്റെ ഇഷ്ടപ്പെട്ടിട്ടാണ് സാറ് അവിടേക്ക് പോയത്.
ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്ന കോഴ്സ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ 1-2 കോളേജസിൽ പിള്ളേർ അത്യാവശ്യം കുരുത്തം കെട്ടാന്ന് പറഞ്ഞിട്ട് പ്രീമിയം ക്ലാസിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പിന്നെ ബാക്കി പിള്ളേരൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ ഞാനും എൻട്രൻസ് പോയിട്ട് എഴുതി. അപ്പൊ എൻ്റെ ക്ലാസ്സിൽ കുറച്ച് ഭയങ്കര തലയുള്ള കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാർ ഈ വരാൻ സാധ്യതയുള്ള ചോദ്യമൊക്കെ അതിന്റെ ബുക്സ് ഒക്കെ മേടിച്ചിട്ട് സോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവരുടെ കൂടെ ഒരു കമ്പൈൻ സ്റ്റഡി നടത്തിയുകൊണ്ട് എൻട്രൻസ് എനിക്കും കിട്ടി. അങ്ങനെ ഞാൻ പെട്ടുപോയതാണ് ഇത് സത്യം പറഞ്ഞാൽ.